കൊല്ലം അഞ്ചാലുംമൂട് സ്കൂളിൽ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ തല്ലി. +2 വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു. വിദ്യാർത്ഥി മറ്റൊരു പെൺകുട്ടിയെ തെറി വിളിച്ചത് ചോദ്യം ചെയ്തതാണ് തല്ലിന് കാരണമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. മർദ്ദിച്ച കായിക അധ്യാപകൻ റാഫിക്കും പരിക്കേറ്റു. പോലീസിലും ബാലാവകാശ കമ്മീഷനിലും വിദ്യാർത്ഥി പരാതി നൽകി. അപ്പോൾ ഈ സാറ് വന്ന് ഓർഡറാന്ന് പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞാൻ പയ്യായിരുന്നു നടന്നത്. അപ്പോൾ സാറ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് നടയടാന്ന് പറഞ്ഞു. ഇവിടെ നടക്കുമല്ലേന്ന് പറഞ്ഞു. അപ്പോൾ സാറ് എന്തുകൂടെ നീ സംസാരിക്കുന്നത്. അപ്പോൾ സാറും ചോദിച്ചിട്ട് ഞാനങ്ങ് നടന്നു. എൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി. ഞാനങ്ങ് നടന്നു. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ അവിടെ പോകാൻ നേരത്ത് സാറിനെ അങ്ങോട്ട് പോക്കി വന്നിട്ട് ഞങ്ങളുടെ സാറിന് മാത്രം മുന്നിൽ വെച്ച് എന്നെ വിളിച്ചു. പിന്നെ അങ്ങോട്ട് നടന്നപ്പോൾ ഇങ്ങോട്ട് കയ്യിൽ താക്കോലുണ്ടാവും. പിന്നെ എന്നെ പിടിച്ച് തെല്ലിയിട്ട് പിടിച്ച് നെറ്റിയിൽ പിടിച്ച് നെറ്റിയിൽ മുക്കാലി ഇവിടെ വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ നമുക്കൊപ്പം ചേരുകയാണ്. ഷമീർ, എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസമാണ് ബിനിൽ ഇത്തരത്തിലൊരു സംഘട്ടനം സ്കൂളിൽ ഉണ്ടായത്. ഈ വിദ്യാർത്ഥിയും കായികാധ്യാപകനും തമ്മിലായിരുന്നു സംഘട്ടനത്തിൽ ഏർപ്പെട്ടത്. വിദ്യാർത്ഥി പറയുന്നതനുസരിച്ച് ഈ വിദ്യാർത്ഥിയെ വേഗത്തിൽ ക്ലാസ്സിൽ കയറാൻ അധ്യാപകൻ ആവശ്യപ്പെട്ടു. പക്ഷേ വളരെ പതുക്കെയാണ് നടന്നു നീങ്ങിയത്. ഇത് വീഡിയോ ചിത്രീകരിക്കാൻ അധ്യാപകൻ ശ്രമിച്ചു. പിന്നീട് ക്ലാസ്സിലുണ്ടായിരുന്ന തന്നെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി വാഹനത്തിന്റെ ചാവി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുഖത്തടക്കം ഇടിച്ചു എന്നാണ് ഈ അധ്യാപകൻ പറയുന്നത്. തിരിച്ച് ഈ അക്രമത്തെ താൻ പ്രതിരോധിച്ച് അധ്യാപകനെ ആക്രമിച്ചു എന്ന് വിദ്യാർത്ഥി പറയുന്നുണ്ട്. എന്തായാലും സ്കൂളിന്റെ ഒരു വിശദീകരണം നമ്മൾ തേടുമ്പോൾ സ്കൂൾ പറയുന്നത് ഈ വിദ്യാർത്ഥി മറ്റൊരു പെൺകുട്ടിയെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് ഈ സംഘടനത്തിൽ ഇരുവരും തമ്മിലുള്ള സംഘടനത്തിന് കാരണമായത് എന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ കുട്ടിക്ക് മുഖത്തടക്കം പൊട്ടലുണ്ട്. ഈ കുട്ടിയെ ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ കുടുംബം ഇപ്പോൾ അഞ്ചാലുംമൂട് പോലീസിനും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ അധ്യാപകൻ റാഫിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ബിനിൽ. ശരി, ഓക്കെ, താങ്ക് യു ഷമീർ.